എല്ലാവർക്കും മാത്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഒരുപാട് ഫംഗ്ഷനുകളെക്കുറിച്ച് നമ്മൾ വിശദമായി പഠിച്ചിട്ടുണ്ട്. പോളിനോമിയൽ ഫംഗ്ഷൻസ്, ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസ്, അങ്ങനെയുള്ള ഒരുപാട് ഫംഗ്ഷനുകൾ. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഫംഗ്ഷനെക്കുറിച്ചാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ആ ഫംഗ്ഷൻ അറിയപ്പെടുന്നത് ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ് എന്നാണ്. എൻജിനീയറിംഗ് പ്രോബ്ലംസും ചില ഡിഫറൻഷ്യൽ ഇക്വേഷൻസും ഒക്കെ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ് നമുക്ക് വളരെ ഉപയോഗപ്പെടുന്നതായിട്ട് കാണാൻ കഴിയും. എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനുകളുടെ കോമ്പിനേഷനായിട്ടാണ് ഈ ഫംഗ്ഷനുകൾ ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്. എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനെ e⁻x എന്ന എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഫംഗ്ഷനുകൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: e⁻x മൈനസ് e⁻x/2, അതുപോലെ e⁻x പ്ലസ് e⁻x/2. ഇങ്ങനെ രണ്ട് ഫംഗ്ഷനുകളാണ് ആദ്യം നമ്മൾ കാണുന്നത്. അതിൽ നിന്നും മറ്റ് ഫംഗ്ഷനുകളിലേക്ക് നമുക്ക് പോകാൻ കഴിയും. ഈ കാണുന്ന ഫംഗ്ഷനെ അറിയപ്പെടുന്നത് ഹൈപ്പർബോളിക് സൈൻ എന്നാണ് അറിയപ്പെടുക. അതിനെ സൈൻ hx എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്, സൈൻ hx. അതുപോലെ ഇതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പറയുന്നത് കോസ് hx എന്നാണ്. സൈൻ ഹൈപ്പർബോളിക് സൈൻ എന്നും ഹൈപ്പർബോളിക് കോസ് എന്നുമാണ് ഇതിനെ നമ്മൾ അറിയപ്പെടുക. ട്രിഗണോമെട്രിക് ഫംഗ്ഷനുകൾ ഒരു യൂണിറ്റ് സർക്കിളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിരുന്നു. അതുപോലെ ഈ ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ് ബന്ധപ്പെട്ട് കിടക്കുന്നത് ഹൈപ്പർബോളയുടെ ഒരുപാട് കാര്യങ്ങളുമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് നമ്മളതിനെ ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഈ തന്നിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഈ സൈൻ hxൻ്റെയും കോസ് hxൻ്റെയും ഡെഫിനിഷനുകളിൽ നിന്ന് മറ്റ് ചില ഫംഗ്ഷനുകളിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ട്രിഗണോമെട്രിക് ഫംഗ്ഷനുകളുമായി ഈ കാണുന്ന ഫംഗ്ഷൻ്റെ ഒരുപാട് റിലേഷനുകൾക്ക് സാമ്യത നമുക്ക് കാണാൻ കഴിയും. അതിൽപ്പെട്ട ഒന്നാണ് സൈൻ hxൽ നിന്നും നമുക്ക് സൈൻ hxൻ്റെയും കോസ് hxൻ്റെയും കാര്യങ്ങളിൽ നിന്നും നമുക്ക് ടാൻ hx ഡിഫൈൻ ചെയ്യാം. ടാൻ hx ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ട്രിഗണോമെട്രിക് ഫംഗ്ഷനുകളിൽ സൈൻ x ബൈ കോസ് x എന്ന് പറഞ്ഞതുപോലെ ഇവിടെ സൈൻ hx ബൈ കോസ് hx എന്നാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് e⁻x മൈനസ് e⁻x ഡിവൈഡഡ് ബൈ e⁻x പ്ലസ് e⁻x എന്ന് കാണാൻ കഴിയും. ഇനി അതുപോലെ സീക്ക് hxും കൊസീക്ക് hx ഒക്കെ നമുക്ക് എഴുതാൻ പറ്റും. ഈ ഡെഫിനിഷനിൽ നിന്നും മറ്റു ഫംഗ്ഷനുകൾ കിട്ടുന്നത് ഇങ്ങനെയാണ്: സീക്ക് hx ഈക്വൽ ടു 1 ബൈ കോസ് hx, കൊസീക്ക് hx ഈക്വൽ ടു 1 ബൈ സൈൻ hx, കോട്ട് hx ഈക്വൽ ടു 1 ബൈ ടാൻ hx. നമ്മൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷനുകൾ പറയുന്ന പോലെ തന്നെയാണ് ഇത് കിട്ടുക. അപ്പോൾ നേരത്തെ കിട്ടിയ ആ ഡെഫിനേഷനുകളിൽ നിന്നും ഇതിലേക്ക് നമുക്ക് പോകാൻ കഴിയും. അപ്പോൾ സീക്ക് hx എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് 2 ഡിവൈഡ് ബൈ e⁻x പ്ലസ് e⁻x. കൊസീക്ക് hx എന്ന് പറയുന്നത് 1 ബൈ e⁻x മൈനസ് 2 ബൈ e⁻x മൈനസ് e⁻x ആൻഡ് ടാൻ hx 1 ബൈ tan hx equal to cot hx equal to e⁻x plus e⁻x divided by e⁻x minus e⁻x. ഇങ്ങനെ കാണാൻ കഴിയും. ഹൈപ്പർബോളിക് ഫംഗ്ഷനുകൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷനുകളുടെ റിലേഷനുകളുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ പല ഭാഗങ്ങളിലും സിമിലാരിറ്റി കാണാൻ കഴിയും. ചില ഭാഗങ്ങളിൽ കുറച്ച് ഡിഫറൻസും കാണാൻ പറ്റും. അതിൽ പ്രധാനമായും കാണാവുന്ന ഒരു ഡിഫറൻസാണ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് പീരിയോഡിക് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എല്ലാം പീരിയോഡിക് ഫംഗ്ഷൻസ് ആണ്. അവിടെ സൈൻ അതുപോലെ കോസ് ഫംഗ്ഷനുകളുടെ പീരിയഡ് 2πയും ടാൻ ഫംഗ്ഷൻ്റെ പീരിയഡ് πയുമാണ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ് പീരിയോഡിക് അല്ല. അതാണ് ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഹൈപ്പർബോളിക് ഫംഗ്ഷനുകളുടെ ഈ കാണുന്ന എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനുകളുടെ ഈ കോമ്പിനേഷനിൽ നിന്നും ചില പ്രധാനപ്പെട്ട റിലേഷനുകൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതിൽപ്പെട്ട ഒന്നാണ് കോസ് hx പ്ലസ് സൈൻ hx. കോസ് hx പ്ലസ് സൈൻ hx ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് e⁻x മൈനസ് e⁻x ബൈ 2 പ്ലസ് e⁻x മൈനസ് e⁻x ബൈ 2 എന്ന് കാണാൻ കഴിയും. അപ്പോൾ ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ദാറ്റ് ഈസ് e⁻x 2e⁻x ബൈ 2 എന്ന് കിട്ടും. ഈ e⁻x-ഉം ഈ e⁻x-ഉം ക്യാൻസൽ ചെയ്യാം. e⁻x പ്ലസ് e⁻x 2e⁻x ബൈ 2 എന്നാണ് കിട്ടുക. 2e⁻x ബൈ 2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് e⁻x ഈക്വൽ ടു കോസ് hx പ്ലസ് സൈൻ
എച്ച് എക്സ് എന്ന് ഒരു റിലേഷൻ നമുക്ക് കാണാൻ കഴിയും. ഇനി ഇതുപോലെ തന്നെ ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റികളിൽ പറഞ്ഞതുപോലെ ഇവിടെയും ഹൈപ്പർബോളിക് ഐഡൻറ്റിറ്റികൾ ഒരുപാട് നമുക്ക് കാണാൻ പറ്റും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കോസ് എച്ച് എക്സ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ എച്ച് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത്. അത് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നതാണ്. അത് കോസ് എച്ച് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് ബൈ 2 ഓൾ സ്ക്വയർ എന്നാണ് ഉണ്ടാവുക, മൈനസ് ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് ബൈ 2 ഓൾ സ്ക്വയർ എന്നുണ്ടാവും. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ഇ റേസ്ഡ് ടു 2x പ്ലസ് ഇ റേസ്ഡ് ടു മൈനസ് 2x പ്ലസ് 2 ഇ റേസ്ഡ് ടു എക്സ് ഇൻറ്റു ഇ റേസ്ഡ് ടു മൈനസ് എക്സ് ഓൾ ഡിവൈഡ് ബൈ 4 എന്ന് കിട്ടും. ഇവിടെയാണെങ്കിൽ ഇ റേസ്ഡ് ടു 2x പ്ലസ് ഇ റേസ്ഡ് ടു മൈനസ് 2x മൈനസ് 2 ഇ റേസ്ഡ് ടു എക്സ് ഇൻറ്റു ഇ റേസ്ഡ് ടു മൈനസ് എക്സ് ബൈ 4 എന്ന് കാണാം. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇവിടെ കാണാം ഇ റേസ് ടു എക്സും ഇത് ക്യാൻസൽ ചെയ്യാം, ഇ റേസ് ടു മൈനസ് 2 എക്സും ഇ റേസ് ടു മൈനസ് 2 എക്സും ക്യാൻസൽ ചെയ്യാം. പിന്നെ 2 ഇ റേസ് ടു എക്സ് ഇ റേസ് ടു മൈനസ് എക്സ് പ്ലസ് 2 ഇ റേസ് ടു എക്സ് ഇ റേസ് ടു മൈനസ് എക്സ് എന്നുണ്ടാവും. ദാറ്റ് ഈസ് 4 ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് ബൈ 4 എന്ന് കിട്ടും. ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 4/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. അതായത് നമുക്ക് ആദ്യം ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് കോസ് എച്ച് സ്ക്വയർ എക്സ് മൈനസ് സൈൻ എച്ച് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 എന്ന്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഐഡൻറ്റിറ്റിയാണ്. ഇതിൽ നിന്നും ബാക്കി ട്രിഗണോമെട്രിക് ഫംഗ്ഷനുകളിൽ പറഞ്ഞതുപോലെ ഇതിൽ നിന്നും ബാക്കി ഐഡൻറ്റിറ്റികളിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഇവിടെ നമ്മളൊരു കോസ് എച്ച് സ്ക്വയർ എക്സും കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ by dividing with the cos h square x then we get 1 minus tan h square x equal to sec h square x എന്ന് കാണാം. അതായത് അങ്ങനെ രണ്ടാമത്തൊരു റിലേഷനിലേക്ക് ഐഡൻറ്റിറ്റിയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അത് നമുക്കിതിനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത് എങ്ങനെയാണ്. ദാറ്റ് ഈസ് tan h square x പ്ലസ് sec h square x ഈക്വൽ ടു 1 എന്ന്. ഇത് മറ്റൊരു റിലേഷൻ. ഇനി നമുക്ക് സൈൻ കൊണ്ടാണ് സൈൻ സ്ക്വയർ എച്ച് സ്ക്വയർ എക്സും കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ കിട്ടുന്ന റിലേഷൻ എന്ന് പറയുന്നത് കോട്ട് എച്ച് സ്ക്വയർ എക്സ് മൈനസ് കൊസീക് എച്ച് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 എന്ന് കാണാം. ഈ 3 റിലേഷനുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ഓർത്തിരിക്കുക. നമുക്കിത് ഉപയോഗിച്ചുകൊണ്ട് എക്സാമ്പിളുകൾ ചെയ്യാനുണ്ട്. ട്രിഗണോമെട്രിക് ഫംഗ്ഷനുകളിൽ ചെയ്തതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഹൈപ്പർബോളിക് ഫംഗ്ഷൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്നും ഈ റിലേഷനുകൾ ഉപയോഗിച്ചുകൊണ്ട് ബാക്കി 5 ഫംഗ്ഷനുകളുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് അങ്ങനെയുള്ളൊരു എക്സാമ്പിൾ ഇവിടെ തന്നെ ചെയ്ത് നോക്കാം. ഫൈൻഡ് ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ് if cos h x equal to 5/4. നമുക്ക് cos h xൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഇനി അതിൽ നിന്നും ബാക്കി എല്ലാ ഹൈപ്പർബോളിക് ഫംഗ്ഷൻസും കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അവിടെ ചെയ്യുന്നത് തന്നിരിക്കുന്ന റിലേഷനുകളിൽ നിന്നും ബാക്കി കണ്ടുപിടിക്കുക എന്നുള്ളതാണല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ cos h സ്ക്വയർ എക്സ് തന്നതുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് sin h സ്ക്വയർ എക്സ് കണ്ടുപിടിക്കാം. സോ ഫ്രം ദ റിലേഷൻ വി ക്യാൻ റൈറ്റ് sin h square x equal to cos h square x minus 1. That is 5/4 all square minus 1. That is equal to 25/16 minus 1. That is 9/16. Therefore, sin h x equal to plus or minus 3/4. ഇത് sin h സ്ക്വയർ എക്സ് ആണ് 9/16. therefore sin h x equal to plus or minus 3/4 എന്ന് കിട്ടും. ഇനി നമുക്ക് ഇതിൽ നിന്നും സൈനും കിട്ടി, അതുപോലെ കോസ് വാല്യൂവും കിട്ടി. ഇനി നമുക്ക് ചെയ്യേണ്ടത് സൈൻ്റെയും കോസിൻ്റെയും വാല്യൂ കിട്ടിയത് കൊണ്ട് നമുക്കിനി ടാൻ കണ്ടുപിടിക്കാം. ടാൻ എച്ച് എക്സ് ഈക്വൽ ടു സൈൻ എച്ച് എക്സ് ഡിവൈഡ് ബൈ കോസ് എച്ച് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 3/4 ഡിവൈഡ് ബൈ
5/4, that is equal to 3/5. And next sec hx. Sec hx equal to 1 by cos hx, that is 1 by 5/4, that is 4/5. നെക്സ്റ്റ് നമുക്ക് ഇവിടെയെല്ലാം സൈൻ എച്ച് എക്സിൻ്റെ വാല്യൂ ±3/4 ആണ്. അപ്പോൾ നമുക്കിവിടെയും ±3/5 എന്ന് ചേർക്കാം. കോസ് എച്ച് എക്സ് എന്ന് പറയുന്നത് ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇവിടെ ± ഇടേണ്ട കാര്യമില്ല. കോസ് എച്ച് എക്സും സീക്ക് എച്ച് എക്സും എല്ലായ്പ്പോഴും പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മളിവിടെ പോസിറ്റീവ് വാല്യൂസ് മാത്രം എടുത്താൽ മതിയാവും. ഇനി കൊസീക്ക് എച്ച് എക്സ് ആണ്. കൊസീക്ക് എച്ച് എക്സ് ഈക്വൽ ടു 1 by സൈൻ എച്ച് എക്സ്, ദാറ്റ് ഈസ് 1 by 3 ±1 by 3/4, ദാറ്റ് ഈസ് 4/3, ±4/3 എന്ന് കിട്ടും. ഇപ്പം ഇനി നെക്സ്റ്റ് കോട്ട് എച്ച് എക്സും കൂടെയുണ്ട്. ദാറ്റ് ഈസ് 1 by tan എച്ച് എക്സ്, ദാറ്റ് ഈസ് 1 by ±3/5, ദാറ്റ് ഈസ് ഈക്വൽ ടു 5/3 എന്ന് കാണാം. ഇത് സാധാരണ നമുക്ക് ട്രിഗണോമെട്രി ഫംഗ്ഷനുകളിൽ ചെയ്ത് പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ ഇതൊന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. അടുത്തത് നമുക്ക് പറയാനുള്ളത് ഹൈപ്പർബോളിക് ഫംഗ്ഷനുകളുടെ ഡെറിവേറ്റീവ്സിനെ കുറിച്ചാണ്. നമുക്ക് ഹൈപ്പർബോളിക് ഫംഗ്ഷനുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഡെറിവേറ്റീവ് സാധാരണ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി എന്നുള്ളതാണ്. നമുക്ക് ചെയ്തു നോക്കാം എന്താണ് കിട്ടുന്നത് എന്നുള്ളത്. നമുക്കറിയാവുന്നത് സൈൻ എച്ച് എക്സ് എന്ന് പറയുന്നത് e⁻⁻x -e⁻⁻x/2 എന്നുള്ളതല്ലേ. അതുകൊണ്ട് അതിൻ്റെ ഡെറിവേറ്റീവ് d/dx ഓഫ് സൈൻ എച്ച് എക്സ് ഈക്വൽ ടു d/dx ഓഫ് e⁻x -e⁻⁻x/2. അത് നമുക്ക് ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് എന്താണ്? 1/2 കോമൺ ആയിട്ട് അവിടെ ഉണ്ടാവട്ടെ. പിന്നെ ഉണ്ടാകുന്നത് e⁻x-ൻ്റെ ഡെറിവേറ്റീവ് e⁻x തന്നെയാണ്, മൈനസ് e⁻⁻x-ൻ്റെ ഡെറിവേറ്റീവ് -e⁻⁻x എന്നും കൂടെ കിട്ടും. അപ്പോൾ ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് e⁻x പ്ലസ് e⁻⁻x/2 എന്ന് കിട്ടും. നമുക്കറിയാം e⁻x പ്ലസ് e⁻⁻x/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് എച്ച് എക്സ് എന്നാണ്. ദാറ്റ് ഈസ് d/dx ഓഫ് സൈൻ എച്ച് എക്സ് ഈക്വൽ ടു കോസ് എച്ച് എക്സ് എന്ന് കാണാം. ഇനി അതുപോലെ d/dx ഓഫ് കോസ് എച്ച് എക്സ് നമുക്ക് ചെയ്താൽ കിട്ടുന്നത് സൈൻ എച്ച് എക്സ് എന്നാണ് കിട്ടുക. അത് പലർക്കും തെറ്റ് വരുന്നൊരു കാര്യമാണ്. ട്രിഗണോമെട്രി ഫംഗ്ഷനുകളിൽ d/dx ഓഫ് കോസ് എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് ആണ്. അതുകൊണ്ട് ഇവിടെയും മൈനസ് സൈൻ എച്ച് എക്സ് എന്ന് പലരും എഴുതാറുണ്ട്. അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ സൈൻ എച്ച് എക്സ് തന്നെയാണ് കിട്ടുക, കാരണം കോസ് എച്ച് എക്സ് പോസിറ്റീവാണ്. അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. ദാറ്റ് ഈസ് d/dx ഓഫ് e⁻x പ്ലസ് e⁻⁻x /2 എന്നാണ് ഉണ്ടാവുക. ദാറ്റ് ഈസ് 1/2 ഇൻറ്റു e⁻x-ൻ്റെ ഡെറിവേറ്റീവ് e⁻x തന്നെ, e⁻⁻x-ൻ്റെ ഡെറിവേറ്റീവ് മൈനസ് e⁻⁻x/2 -x എന്ന് കിട്ടും. ഈ കാണുന്നത് e⁻x മൈനസ് e⁻⁻x/2 എന്ന് പറയുന്നത് നമുക്കറിയാവുന്നത് ഇറ്റ് ഈസ് സൈൻ എച്ച് എക്സ് എന്നുള്ളതാണ്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ഫംഗ്ഷനുകളിലേക്ക് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറ്റും. അത് ടെക്സ്റ്റിൽ വിശദമായി ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം d/dx ഓഫ് tan hx ഈക്വൽ ടു sec h²x, d/dx ഓഫ് cot hx ഈക്വൽ ടു മൈനസ് cosec h²x, sec hxൻ്റെത് മൈനസ് sec hx tan hx എന്ന് കാണാം, cosec hxൻ്റെത് മൈനസ് cot hx cosec hx എന്നും കാണാം. പിന്നെ ചെയിൻ റൂൾ ഉപയോഗിച്ചുകൊണ്ട് ഡെറിവേറ്റീവ് കാണുന്നത് നമുക്ക് ഇതുപോലെ കണ്ടുപിടിക്കാം. ഈ കാണുന്ന ഡെഫിനേഷനുകളിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ ഇൻ്റഗ്രലും കാണാൻ കഴിയും. ദാറ്റ് ഈസ് ആൻറ്റി ഡെറിവേറ്റീവും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ ഇൻ്റഗ്രൽ ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് ഈ ഡെറിവേറ്റീവിനെ കുറിച്ച് അറിഞ്ഞിരിക്കലാണ്. ട്രിഗണോമെട്രി ഫംഗ്ഷനുകളെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ ചെയ്തതുപോലെ ഇതൊക്കെ ഒരു റിസൾട്ടുകളായിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് നോട്ട്ബുക്കിൽ റിസൾട്ടുകളായിട്ട് വ്യക്തമായിട്ട് എഴുതി വെക്കണം. എന്നാൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. ഇനി ഡെറിവേറ്റീവ്സ് കാണുന്നതിനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. നമുക്ക് എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻസ്. ദ ഫസ്റ്റ് ഫംഗ്ഷൻ ഈസ് sin hx sin h5x. ഇതിൻ്റെ ഡെറിവേറ്റീവ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ദാറ്റ് ഈസ് d/dx ഓഫ് sin hx sin h5x എന്ന്.
നമുക്ക് സാധാരണ ഡെറിവേറ്റീവുകളിൽ പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷനുകളും റൂൾസും എല്ലാം നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ രണ്ട് ഫംഗ്ഷനുകളുടെ പ്രൊഡക്റ്റാണ്. അപ്പോൾ നമുക്കിവിടെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. എങ്ങനെയാണ് ചെയ്യുക? ഫസ്റ്റ് ഫംഗ്ഷൻ സൈൻ എച്ച് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എച്ച് 5x പ്ലസ് sin h 5x, second function sin h 5x into d by dx of sin hx, that is equal to sin hx into derivative of sin hx equal to cos hx. So cos h 5x into derivative of 5x, that is into 5 plus sin h 5x into derivative of sin hx equal to cos hx. So we get the result as 5 sin hx cos h 5x plus cos hx into sin h 5x എന്ന് കിട്ടും. ഇതാണ് സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണ്, ഡയറക്റ്റ് അങ്ങോട്ട് ചെയ്താൽ മതിയാവും. ഇനി വേറൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് സീക്ക് എച്ച് റൂട്ട് എക്സ്. ഇവിടെ സീക്ക് എച്ച് എക്സ് എന്ന് പറയുന്നൊരു ഫംഗ്ഷനുണ്ട്, റൂട്ട് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനുണ്ട്. ഇവിടെ നമുക്ക് കോമ്പോസിറ്റ് ഫംഗ്ഷനായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് നമുക്ക് ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? സീക്ക് എച്ച് റൂട്ട് എക്സിൻ്റെ കാണുന്നതിന് വേണ്ടി ആദ്യം സീക്ക് എച്ച് എക്സിൻ്റെ ഡെറിവേറ്റീവ് കാണും. നമുക്കറിയാം ഡി ബൈ ഡി എക്സ് ഓഫ് സീക്ക് എച്ച് എക്സ് ഈക്വൽ ടു മൈനസ് സീക്ക് എച്ച് എക്സ് ടാൻ എച്ച് എക്സ് എന്ന് നമുക്കറിയാം. മൈനസ് സീക്ക് എച്ച് എക്സ് ടാൻ എച്ച് എക്സ് എന്നുള്ളതാണ് സീക്ക് എച്ച് എക്സിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാവുന്നത്. അതുകൊണ്ട് ആദ്യം അതങ്ങോട്ട് അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു സീക്ക് എച്ച് റൂട്ട് എക്സ് ഇൻറ്റു ടാൻ എച്ച് റൂട്ട് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് എന്ന് കിട്ടും. സോ വി ഗെറ്റ് റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ് ആണ്. അതും കൂടെ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. 1/2 റൂട്ട് എക്സ് ഇൻറ്റു സീക്ക് എച്ച് റൂട്ട് എക്സ് ഇൻറ്റു ടാൻ എച്ച് റൂട്ട് എക്സ് എന്നാണ് കിട്ടുക. ഇത്രയും മാത്രമേ ഡെറിവേറ്റീവ് കാണുന്ന സമയത്ത് നമുക്ക് ചെയ്യാനുള്ളൂ. സാധാരണ ചെയ്യുന്നത് പോലെ തന്നെയാണ് അത്, വേറെ മാറ്റങ്ങളൊന്നുമില്ല. ആ റൂൾസ് എല്ലാം അതുപോലെ തന്നെ നമുക്ക് ചെയ്താൽ മതിയാവും. ഇതുപോലെ തന്നെയാണ് ഇൻ്റഗ്രൽ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഇൻ്റഗ്രൽ കാണുന്ന സമയത്തും സാധാരണ ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെ ഇവിടെയും അപ്ലൈ ചെയ്യാം. പക്ഷേ നമുക്കറിയേണ്ടത് ഓരോ ഫംഗ്ഷനുകളുടെയും ഡെറിവേറ്റീവ് എന്താണ്, അതിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് വരുന്നത് എന്താണെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഇൻ്റഗ്രേറ്റ് കോസ് എച്ച് സ്ക്വയർ എക്സ് സൈൻ എച്ച് എക്സ് ഡി എക്സ്. ഇവിടെ നമ്മൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ നമുക്ക് ഈ ഫംഗ്ഷനുകളെ സിംപ്ലിഫൈ ചെയ്യാനുള്ള മാർഗമുണ്ടോ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോസ് എച്ച് എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി എന്നുള്ളത് കാണാം. അപ്പോൾ ഇവിടെ കോസ് എച്ച് എക്സ് ഈക്വൽ ടു യു എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സൈൻ എച്ച് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഡി യു എന്ന് പറയാം. അപ്പോൾ ഇൻ്റഗ്രൽ ഇങ്ങനെയാവും, യു സ്ക്വയർ ഡി യു എന്ന് കിട്ടും. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് യു ക്യൂബ് ബൈ 3 പ്ലസ് സി എന്നാവും. യുക്ക് റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ കിട്ടുന്നത് കോസ് എച്ച് എക്സ് ഹോൾ ക്യൂബ് ബൈ 3 പ്ലസ് സി എന്നാവും. ദാറ്റ് ഈസ് 1/3 കോസ് എച്ച് ക്യൂബ് എക്സ് പ്ലസ് സി എന്ന് പറയുന്ന ഇൻ്റഗ്രൽ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇനി അതുപോലെ മറ്റൊരു എക്സാമ്പിളാണ്. ഇവിടെ ഡെഫിനിറ്റ് ഇൻ്റഗ്രലാണ്. ഇൻ്റഗ്രൽ 0 to log 2 4 e raised to x sin hx dx എന്ന്. ഇവിടെ ഈ രൂപത്തിൽ വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, നമുക്കൊരു ഹൈപ്പർബോളിക് ഫംഗ്ഷനും എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനും മൾട്ടിപ്ലൈ ചെയ്ത് വരികയാണെങ്കിൽ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈസി ആയിട്ടുള്ള ടേംസുകളിലേക്ക് എത്തുമായിരിക്കും. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്ത് നോക്കാം. സൈൻ എച്ച് എക്സിന് അതിൻ്റെ ഡെഫിനേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. ഇൻ്റഗ്രൽ 0 to log 2 4 e raised to x sin h xന് e raised to x minus e raised to minus x by 2 dx എന്ന് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ 4ഉം 2ഉം കൂടെ നമുക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to log 2
2 e raised to x ഇൻറ്റു ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ് എന്നാവും. ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ കിട്ടുന്നത് ഇൻ്റഗ്രൽ 0 ടു ലോഗ് 2 ഔട്ട് സൈഡ് എടുത്തേക്കാം. ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് എന്ന് പറയുന്നത് ഇ റേസ്ഡ് ടു 2x. നെക്സ്റ്റ് ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് ആണ്. അത് നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 1 എന്ന് കിട്ടും. സോ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ഇറ്റ് ഈസ് -1 എന്ന് കിട്ടും. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതിയാവും. ദാറ്റ് ഈസ് 2 ഇൻറ്റു ഇ റേസ് ടു 2xൻ്റെ ഇൻ്റഗ്രൽ 1/2 ഇ റേസ്ഡ് ടു 2x മൈനസ് ഇവിടെ ഡി എക്സ് ആണ്, എക്സ് ആണ് വേരിയബിൾ ഓഫ് ഇൻ്റഗ്രേഷൻ. അപ്പോൾ നമുക്ക് എക്സ് 0 ടു ലോഗ് 2 എന്ന് എഴുതാം. ഇനി നമുക്ക് വാല്യൂ അപ്ലൈ ചെയ്താൽ മതിയാവും. അപ്പോൾ നമുക്ക് വാല്യൂ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത് എന്താണ്? ദാറ്റ് ഈസ് 2 ഇൻറ്റു 1/2 ഇൻറ്റു ഇ റേസ്ഡ് ടു 2 ലോഗ് 2 മൈനസ് ലോഗ് 2 പിന്നെ മൈനസ് 1/2 ഇ റേസ്ഡ് ടു 2 ഇൻറ്റു 0 ഇവിടെ 0 ഉള്ളത് മൈനസ് 0 എന്ന് കാണാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 1/2 ഇൻറ്റു ഇ റേസ്ഡ് ടു 2 ലോഗ് 2. അതിന് നമുക്ക് ലോഗ് 2 സ്ക്വയർ എന്ന് എഴുതാം. മൈനസ് ലോഗ് 2 പിന്നെ മൈനസ് 1/2 ഇ റേസ്ഡ് ടു 0 എന്ന് പറയുന്നത് 1 തന്നെയാണ്. നമുക്ക് ഇങ്ങനെ കാണാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 1/2 ഇൻറ്റു ഇ റേസ് ടു ലോഗ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ റേസ് ടു ലോഗ് 2 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ റേസ്ഡ് ടു ലോഗ് 4 എന്ന് കിട്ടും. ഇ റേസ് ടു ലോഗ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 4 എന്ന് എഴുതാം. അപ്പോൾ അതുകൊണ്ട് 1/2 ഇൻറ്റു 4 മൈനസ് ലോഗ് 2 മൈനസ് 1/2 എന്ന് കിട്ടും. അപ്പോൾ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 4 മൈനസ് 2 ലോഗ് 2 മൈനസ് 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 3 മൈനസ് 2 ലോഗ് 2 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇങ്ങനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്തും ചെയ്യേണ്ടത്. സാധാരണ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇത് പുതിയൊരു ഫംഗ്ഷൻ ആയതുകൊണ്ട് ഒന്നും കൂടെ എടുത്ത് പറഞ്ഞു എന്ന് മാത്രം. നെക്സ്റ്റ് നമുക്ക് ഈ ഹൈപ്പർബോളിക് ഫംഗ്ഷനുകളുടെ വാല്യൂവിനെ കുറിച്ചും അതിൻ്റെ ഗ്രാഫിനെ കുറിച്ചും ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത്. നമുക്ക് ആദ്യം അതിൻ്റെ വാല്യൂകളെ കുറിച്ചൊന്ന് മനസ്സിലാക്കി നോക്കാം. നമുക്കറിയാം ഇ റേസ്ഡ് ടു എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ വാല്യൂ എക്സ് പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ വാല്യൂ ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അതോടൊപ്പം തന്നെ ഇ റേസ്ഡ് ടു മൈനസ് എക്സിൻ്റെ വാല്യൂ നമുക്ക് ലെസ് ദാൻ 1 ആയിരിക്കും എക്സ് പോസിറ്റീവ് ആയിട്ടുള്ള കേസുകളിൽ. അപ്പോൾ ഇ റേസ്ഡ് ടു എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അതായത് എക്സ് പോസിറ്റീവ് ആകുന്ന കേസുകളിലെല്ലാം ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് പോസിറ്റീവ് ആയിരിക്കും. അതേപോലെ തന്നെ എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ നമുക്ക് ഇ റേസ്ഡ് ടു എക്സ് ലെസ് ദാൻ 1 ആയിരിക്കും. അതോടൊപ്പം ഇ റേസ്ഡ് ടു മൈനസ് എക്സ് നമുക്ക് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അവിടെ ഇ റേസ്ഡ് ടു എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് പറയുന്നത് ചിലപ്പം ലെസ് ദാൻ 0 ആണ് നമുക്ക് കിട്ടുക. അതുകൊണ്ട് നമുക്ക് പറയാം സൈൻ എച്ച് എക്സ് എന്ന ഫംഗ്ഷൻ ഡെഫിനേഷൻ അനുസരിച്ച് ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് ബൈ 2 is always greater than 0 for all x greater than 0 and sin hx is less than 0 for all x less than 0 എന്ന്. ഇനി എക്സ് ഈക്വൽ ടു 0 എന്ന കേസുകളിൽ എന്തായിരിക്കും? അവിടെ സൈൻ എച്ച് എക്സിൻ്റെ പ്രത്യേകത സൈൻ എച്ച് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു 0 മൈനസ് ഇ റേസ് ടു മൈനസ് 0/2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 1 മൈനസ് 1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ ഇത് ഒറിജിനിലൂടെ ഇതിൻ്റെ ഗ്രാഫ് കടന്നു പോകുന്നുണ്ട് എന്ന് കാണാൻ പറ്റും. ഗ്രാഫ് വരയ്ക്കാനുള്ള കണ്ടീഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ പ്രത്യേകതകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് dy/dx ഈക്വൽ ടു കോസ് എച്ച് എക്സ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0 ആണ്. അതുകൊണ്ട് ഇതൊരു ഇൻക്രീസിങ് ഫംഗ്ഷനാണ്. ഓൾവേസ് ദ ഗ്രാഫ് ഈസ് ഓൾവേസ് റൈസിങ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ആ പ്രത്യേകതകളെല്ലാം മനസ്സിലാക്കി ഗ്രാഫ് വരയ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സൈൻ എച്ച് എക്സിൻ്റെ ഗ്രാഫ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. സൈൻ എച്ച് എക്സിൻ്റെ ഗ്രാഫ് ഏകദേശം വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. ഇങ്ങനെയാണ് കാണാൻ കഴിയുക.
ഇങ്ങനെ ഉണ്ടാവും. ഇതാണ് സൈൻ എച്ച് എക്സിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇതുപോലെ നമ്മൾ കോസിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ കോസിൻ്റെ ഗ്രാഫ് നമുക്ക് പ്രത്യേകതകൾ ഉപയോഗിച്ചുകൊണ്ട് വരയ്ക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. കോസ് എച്ച് എക്സ്. കോസ് എച്ച് എക്സിൻ്റെ ഗ്രാഫ് എപ്പോഴും ഇങ്ങനെ ഉണ്ടാവുക. As x tends to infinity and x tends to minus infinity, the value of cos hx is approaches to infinity, and when x equal to 0 we get cos hx equal to 1 എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് cos hxൻ്റെ ഗ്രാഫ് കാണാൻ കഴിയുക. ഈ ഗ്രാഫ് വരയ്ക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചു പോയതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ടെക്സ്റ്റ് ബുക്കിൽ വിശദമായി പറയുന്നുണ്ട്. അതിൻ്റെ ഗ്രാഫുകളും നമുക്കിവിടെ കാണാൻ കഴിയും ടെക്സ്റ്റ് ബുക്കിൽ. അപ്പോൾ അതൊന്ന് വായിച്ച് ഈ പ്രോപ്പർട്ടീസ് ഒന്ന് മനസ്സിലാക്കി വെക്കണം. സൈൻ എക്സിൻ്റെയും സൈൻ എച്ച് എക്സിൻ്റെയും കോസ് എച്ച് എക്സിൻ്റെയും അതുപോലെ ബാക്കി ഹൈപ്പർബോളിക് ഫംഗ്ഷനുകളുടെയും വാല്യൂവും അതിൻ്റെ റേഞ്ചും ഏതൊക്കെയാണെന്നുള്ളത് ഈ ഗ്രാഫ് ഒന്ന് മനസ്സിലാക്കിയിട്ട് ഓർത്തിരിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി നമുക്ക് പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് ഈ ഫംഗ്ഷനുകളുടെ കുറിച്ചുള്ളൊരു ഐഡിയ ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് ഹൈപ്പർബോളിക് ഫംഗ്ഷനുകളെയും ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനുകളെയും പരസ്പരം കമ്പയർ ചെയ്തുകൊണ്ട് ഒന്ന് മനസ്സിലാക്കി വെക്കുകയും കൂടെ വേണം. ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റികളിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും ഹൈപ്പർബോളിക് ഐഡൻറ്റിറ്റികളും ഫോർമുലകളും എല്ലാം സിമിലറായിട്ട് പല ഭാഗങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. അതൊന്ന് ഓർത്ത് വെക്കണം. അതിന് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ആദ്യം എഴുതുക. ഇതുപോലെ ഹൈപ്പർബോളിക് ഫംഗ്ഷനുകളുടെ ഈ റിലേഷൻസ് ഒന്ന് എഴുതി വെക്കണം. ഇത് പരസ്പരം കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിൽ സിമിലറായിട്ടുള്ള ഇതുപോലെയുള്ള ഫംഗ്ഷനുകൾ ഇതുപോലെയുള്ള ഫോർമുലകളും ഡിഫറൻ്റ് ആയിട്ടുള്ള നമ്മൾ കോസ് എച്ച് സ്ക്വയർ എക്സ് മൈനസ് സൈൻ എച്ച് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞതുപോലെയുള്ള റിലേഷൻസും ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് മനസ്സിലാക്കി വെക്കണം. ഇനി ഇതുപോലെയുള്ള ഫോർമുലകളോ മറ്റോ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടി പല ഭാഗത്തും ആവശ്യമായി വരാറുണ്ട്. അപ്പോൾ ഇതും കൂടെ നിങ്ങളുടെ നോട്ട്സിലൊന്ന് മാറ്റി എഴുതി ഒന്ന് പഠിച്ചു വെക്കുന്നത് വളരെ നല്ലതാണ്. നിർബന്ധമായിട്ട് എഴുതി വെക്കണം. എന്നാൽ നമുക്ക് പലപ്പോഴും പ്രോബ്ലംസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, താങ്ക് യു.